ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഓരോ പുസ്തകങ്ങളും ആഴമേറിയ അർത്ഥതലങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നെസ് ടി വിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. തോബിത്തിൻ്റെ പുസ്തകമാണല്ലോ നാം ഈ ദിവസങ്ങളിൽ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ തോബിയാസിൻ്റെ സഹയാത്രികനായിരുന്ന അസറിയ അഥവാ റഫായേൽ മാലാഖ തൻ്റെ ദൗത്യമെല്ലാം പൂർത്തിയാക്കി വിട പറയാൻ സമയമായിരിക്കുന്നു. ഈ സമയം സഹയാത്രികനായിരുന്ന ദൂതനായിരുന്ന നിരന്തരം ഒരു കൈത്താങ്ങായിരുന്ന ഈ ദൂതന് ഏറ്റവും ഉചിതമായ ഒരു വേതനം നൽകി പറഞ്ഞയക്കാൻ പിതാവ് തോബിത്തും പുത്രൻ തോബിയാസും കൂടി തീരുമാനിക്കുന്നു. അങ്ങനെ ഈ ദൂതനെ കണ്ട് സംസാരിക്കുന്ന അവരോട് ദൂതൻ പ്രാർത്ഥന, ദാനധർമ്മം, സുഹൃത ജീവിതം എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ പ്രഭാഷണം നടത്തുന്നതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത്. ആ വിജ്ഞാന പ്രഭാഷണത്തിന് ശേഷം അസറിയാസ് എന്ന ദൂതൻ തോബിത്തിനും തോബിയാസിനും തന്നെ വെളിപ്പെടുത്തുന്ന വചനഭാഗമാണ് ഇന്ന് നമ്മൾ വായിക്കാനായിട്ട് പോകുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം. സാധിക്കുമെങ്കിൽ വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കാം. നമുക്കൊരുമിച്ച് വചനഭാഗം വായിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിൻ്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിൻ്റെ മകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്ത് ഉണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റു ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിൻ്റെ സൽപ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. തോബിത്തിൻ്റെ പുസ്തകത്തിലെ തന്നെ ഏറ്റവും നാടകീയമായ ഒരു സംഭവമാണ് ഇത്. തോബിത്തും തോബിയാസും കുടുംബാംഗങ്ങളും ഇതുവരെ ധരിച്ചിരിക്കുന്നത് തോബിയാസിൻ്റെ സഹയാത്രികനായി മേദിയയിലേക്ക് പോയ വ്യക്തി അസറിയ എന്നു പേരുള്ള ഒരു മനുഷ്യനാണ് എന്നാണ്. എന്നാൽ ഈ രംഗത്തിൽ ആ ബോധ്യം പരിപൂർണമായി തിരുത്തപ്പെടുകയാണ്. അസറിയാസ് എന്ന് സ്വയം പരിചയപ്പെടുത്തി വന്ന ഈ വ്യക്തി ഒരു മനുഷ്യനല്ല, മറിച്ച് ഒരു മാലാഖയായിരുന്നു എന്നും അത് മറ്റാരുമല്ല റഫായേൽ മാലാഖയായിരുന്നു എന്നും
സ്വയം വെളിപ്പെടുത്തുന്നു. മാലാഖ റഫായേൽ തോബിത്തിനോട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം എന്നെ അയച്ചത്? എന്തുകൊണ്ടാണ് മാലാഖയായിരുന്ന താൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്? അതിനുള്ള ഉത്തരം വളരെ വ്യക്തമാണ്. തോബിത്തിൻ്റെയും സാറായുടെയും ഹൃദയമുരുകിയുള്ള പ്രാർത്ഥനകൾക്കുള്ള ദൈവത്തിൻ്റെ ഉത്തരമാണ് തൻ്റെ നിയോഗം എന്ന് റഫായേൽ മാലാഖ വെളിപ്പെടുത്തുകയാണ്. കാരണം ദൈവം പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്നവനാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകാനായി നിരന്തരം മാലാഖമാരെ അയക്കുന്നുണ്ട്. അരൂപികളായ അവരുടെ സാന്നിധ്യം നമുക്ക് അനുഭവവേദ്യമാകണമെങ്കിൽ നാം നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കാൻ തയ്യാറാകണം. പലപ്പോഴും മറ്റു വ്യക്തികളെയും ദൈവം മാലാഖമാരായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് അയക്കും. നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുന്നവരായി, ഒരു കൈ സഹായം നൽകുന്നവരായി, സമാശ്വാസത്തിൻ്റെ ഒരു വാക്ക് പറയുന്നവരായൊക്കെ മറ്റു മനുഷ്യരും ദൈവത്താൽ മാലാഖമാരായി നമ്മുടെ ജീവിതങ്ങളിലേക്ക് അയക്കപ്പെടും. അങ്ങനെ ദൈവം അയക്കുന്ന മാലാഖമാരെ കണ്ടെത്താനുള്ള, തിരിച്ചറിയാനുള്ള ഹൃദയത്തിൻ്റെ വിശാലതയും കണ്ണുകളുടെ തെളിമയും നമുക്കുണ്ടോ എന്ന് നാം ആത്മവിമർശനം നടത്തേണ്ടതാണ്. തൻ്റെ നിയോഗം എന്തായിരുന്നു എന്ന് വെളിപ്പെടുത്തിയതിന് ശേഷം മാലാഖ തൻ്റെ പേര് ഇവർക്ക് വെളിപ്പെടുത്തുകയാണ്. ഞാൻ റഫായേലാണ്. റഫായേൽ എന്ന ഹീബ്രു പേരിൻ്റെ അർത്ഥം ദൈവം സുഖപ്പെടുത്തുന്നു, സൗഖ്യദായകനായ ദൈവം എന്നാണ്. ദൈവം സൗഖ്യദായകനാണ്. മാലാഖയുടെ മധ്യസ്ഥ്യം വഴിയാണെങ്കിലും ആത്യന്തികമായി സൗഖ്യം നൽകുന്നത് ദൈവമാണെന്ന് റഫായേൽ എന്ന പേര് വ്യക്തമാക്കുകയാണ്. ദൈവമാണ് സൗഖ്യം നൽകുന്നത്. മാലാഖ അതിന് ഒരു മാധ്യമമായി മാറുകയാണ്. നിന്നെയും നിൻ്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നാണ് ദൈവം സൗഖ്യദായകൻ എന്ന് പേരിനർത്ഥമുള്ള റഫായേൽ മാലാഖ ഇവരോട് പറയുന്നത്. അതിനുശേഷം റഫായേൽ മാലാഖ തൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമാക്കുന്നുണ്ട്. അവിടെ ഇപ്രകാരമാണ്: ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ എന്നാണ് പറയുന്നത്. ആരൊക്കെയാണ് ഈ 7 വിശുദ്ധ മാലാഖമാർ? വിശുദ്ധരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും പരിശുദ്ധനായവൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിരന്തരം പ്രവേശിക്കുകയും ചെയ്യുന്ന ഈ 7 വിശുദ്ധ മാലാഖമാരാരൊക്കെയാണ് എന്ന് നാം തീർച്ചയായിട്ടും ചോദിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് ചുറ്റും നിലകൊള്ളുന്നവരായ മാലാഖമാരെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്താൽ അയക്കപ്പെടുന്ന മാലാഖമാരെക്കുറിച്ച് സൂചനകളുണ്ട്. ദൈവത്തെ സ്വർഗത്തിൽ അനവരതം പരിശുദ്ധൻ 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 എന്ന് പാടി സ്തുതിക്കുന്ന മാലാഖമാരെക്കുറിച്ച് പറയുന്നുണ്ട്. കെരൂബുകളെക്കുറിച്ചും സെറാഫുകളെക്കുറിച്ചും സൂചനകളുണ്ട്. എന്നാൽ കൃത്യമായി ഈ 7 മാലാഖമാരുടെ പേരുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നില്ല. പകരം വിശുദ്ധ ഗ്രന്ഥം കേവലം 3 മാലാഖമാരുടെ പേരുകൾ മാത്രമാണ് വ്യക്തമായിട്ട് നൽകിയിട്ടുള്ളത്. അവർ
ഒന്നാമതായി ഗബ്രിയേൽ മാലാഖയാണ്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായം 16-ാം വാക്യത്തിലും 9-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലും ഗബ്രിയേൽ മാലാഖയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 19-26 തിരുവചനങ്ങളിൽ വീണ്ടും മംഗളവാർത്തയുമായി വരുന്ന ഗബ്രിയേൽ മാലാഖയെ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. രണ്ടാമത് പേര് വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്ന മാലാഖ മിഖായേൽ മാലാഖയാണ്. മീഖായേൽ, ദൈവത്തെ പോലെ ആരുണ്ട് എന്ന് പേരിനർത്ഥമുള്ള മിഖായേൽ മാലാഖയെക്കുറിച്ച് ദാനിയേൽ പ്രവചന പുസ്തകത്തിൻ്റെ 10-ാം അധ്യായത്തിൽ 13-ാം തിരുവചനത്തിലും 21-ാം തിരുവചനത്തിലും, വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 7-ാം തിരുവചനത്തിലും സൂചിപ്പിക്കുന്നുണ്ട്. മൂന്നാമതായി വിശുദ്ധ ഗ്രന്ഥത്തിൽ പേര് വ്യക്തമാക്കിയിരിക്കുന്ന മാലാഖ റഫായേൽ മാലാഖയാണ്. റഫായേൽ മാലാഖയെക്കുറിച്ച് വ്യക്തമാക്കുന്നത് സൂചനയുള്ളത് നമ്മളിപ്പോൾ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന തോബിത്തിൻ്റെ പുസ്തകത്തിൽ മാത്രമാണ്. പിന്നെ എങ്ങനെയാണ് 7 മാലാഖമാരാരൊക്കെയാണ് നമുക്ക് മനസ്സിലാവുക? വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഭാഗമല്ലെങ്കിലും അപ്പോക്രിഫ എന്ന ഗണത്തിൽപ്പെടുത്തുന്ന ഏനോക്കിൻ്റെ പുസ്തകത്തിൽ കൂടുതൽ മാലാഖമാരുടെ പേരുകൾ നൽകപ്പെടുന്നുണ്ട്. അവിടെ ഊറിയേൽ, റഫായേൽ, റഗുവേൽ, മീഖായേൽ, സാറാഖായേൽ, ഗബ്രിയേൽ എന്നിങ്ങനെ ദൂതന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെയും 6 പേരുകളാണ് പരാമർശിക്കുന്നത്. ചുരുക്കത്തിൽ കൃത്യമായി ഈ 7 മാലാഖമാരും ആരൊക്കെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം ബൈബിൾ കൃത്യമായി പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിൽ ദൈവത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ദൈവത്താൽ അയക്കപ്പെടുന്ന, മനുഷ്യരുടെ ജീവിതത്തിൽ ക്രിയാത്മകമായി ഇടപെടുന്ന മാലാഖമാർ ഉണ്ട് എന്ന കാര്യം വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നു. അവരിൽ 3 പേരുടെ പേരുകൾ, ഗബ്രിയേൽ മാലാഖയുടെയും മിഖായേൽ മാലാഖയുടെയും റഫായേൽ മാലാഖയുടെയും പേരുകൾ വ്യക്തമായി വിശുദ്ധ ഗ്രന്ഥം സൂചിപ്പിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ മാലാഖമാരുടെ പേരുകൾ പരിശോധിക്കുമ്പോൾ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, അവയുടെ എല്ലാം പേരുകൾ അവസാനിക്കുന്നത് ഏൽ എന്ന വാക്കിലാണ്. മീഖ ഏൽ ആയിക്കൊള്ളട്ടെ, ഗബ്രി ഏൽ ആയിക്കൊള്ളട്ടെ, റഫ ഏൽ ആയിക്കൊള്ളട്ടെ, ഒരു സർനെയിം എന്നതുപോലെ ഏൽ, ദൈവം എന്ന പേര് ഓരോ മാലാഖയുടെ പേരിനോടും ചേർന്ന് വരുന്നുണ്ട്. അടുത്തതായി 12-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 22 വരെയുള്ള അവസാന ഭാഗത്തേക്ക് നമുക്ക് പോകാം. അവിടെ ദൈവദൂതനായ റഫായേൽ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ ഭയചകിതരാകുന്ന തോബിത്തിനെയും പുത്രൻ തോബിയാസിനെയും നമ്മൾ കാണുകയാണ്. നമുക്ക് ആ വചനഭാഗമൊന്ന് വായിക്കാം. അവർ ഇരുവരും സംഭ്രാന്തരായി, ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്ക് നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം. ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവൻ്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അവർ എഴുന്നേറ്റ് നിന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഞാൻ റഫായേലാണ്, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവേശിക്കുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവനാണ് ഞാൻ എന്ന്
മാലാഖ സ്വയം വെളിപ്പെടുത്തിയപ്പോൾ തോബിത്തും തോബിയാസും കമിഴ്ന്നു വീഴുകയാണ്. അവർ ഭയചകിതരാവുകയാണ്. ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു എന്നാണ് വചനം പറയുന്നത്. പഴയ നിയമത്തിലുടനീളം മാലാഖമാർ മനുഷ്യർക്ക് വെളിപ്പെടുമ്പോൾ ആ ദർശനം ലഭിക്കുന്നവർ ഭയപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഭയപ്പെടുകയും പലപ്പോഴും കവിഴ്ന്നു വീഴുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18-ാം അധ്യായം 2-ാം വാക്യം. ഇവിടെ അബ്രാഹാമിൻ്റെ ജീവിതത്തിലെ ഒരു സംഭവമാണ് പറയുന്നത്. അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ 3 ആടുകൾ തനിക്കെതിരെ നിൽക്കുന്നത് കണ്ടു. അവരെ കണ്ട് അവൻ കൂടാരവാതിൽക്കൽ നിന്ന് എഴുന്നേറ്റ് അവരെ എതിരേൽക്കാൻ ഓടിച്ചെന്ന് നിലം പറ്റെ താണ് അവരെ വണങ്ങി, കമിഴ്ന്നു വീണ് അവരെ വണങ്ങി എന്നാണ് പറയുന്നത് അബ്രഹാമിനെ കുറിച്ച്. ഉൽപ്പത്തി 19:1 ലോത്ത് ഇതേ ദൂതന്മാരെ കണ്ടതിനെക്കുറിച്ച് പറയുന്നുണ്ട്. വൈകുന്നേരമായപ്പോൾ ആ 2 ദൂതന്മാർ സോദോമിൽ ചെന്നു. ലോത്ത് നഗരവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടപ്പോൾ ലോത്ത് അവരെ എതിരേൽക്കാനായി എഴുന്നേറ്റു ചെന്ന് നിലം പറ്റെ താണു വണങ്ങി എന്നാണ് പറയുന്നത്. സംഖ്യയുടെ പുസ്തകം 22:31 ബാലാമിൻ്റെ കഥ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ പറയുന്നു, അപ്പോൾ കർത്താവ് ബാലാമിൻ്റെ കണ്ണുകൾ തുറന്നു, ഊരിയ വാളേന്തി വഴിയിൽ നിൽക്കുന്ന കർത്താവിൻ്റെ ദൂതനെ കണ്ട് അവൻ കമിഴ്ന്നു വീണു എന്ന് പറയുന്നു. ന്യായാധിപന്മാർ 13:20 നമ്മൾ മനോവയുടെ കഥ വായിക്കുന്നു. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ബലിപീഠത്തിൽ നിന്ന് അഗ്നിജ്വാല ആകാശത്തിലേക്ക് ഉയർന്നു. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ ഉയർന്നു പോയി. അവർ നിലത്ത് കമിഴ്ന്നു വീണു. ഇതുപോലെയുള്ള ദർശനങ്ങളിലെല്ലാം മാലാഖമാരുടെ പ്രത്യേകമായ ദർശനം ലഭിക്കുന്ന വ്യക്തികൾ ഭയചകിതരായി കമിഴ്ന്നു വീഴുമ്പോൾ ഇവർ മാലാഖമാരെ ആരാധിക്കുകയാണോ ഈ കമിഴ്ന്നു വീണുകൊണ്ട് ചെയ്യുന്നത് എന്ന ചോദ്യം നിശ്ചയമായിട്ടും ഉയരാം. സ്വർഗീയ ദൂതന്മാരെ, മാലാഖമാരെ ആരാധിക്കാൻ പാടില്ല എന്ന് പഴയ നിയമം വ്യക്തമായിട്ട് വിലക്കുന്നുണ്ട്. പുതിയ നിയമവും മാലാഖമാരെ ആരാധിക്കുന്നത് വിലക്കുന്നുണ്ട്. മായാദർശനങ്ങൾ വിശകലനം ചെയ്തുകൊണ്ട് കപടവിനയത്തിലും ദേവദൂതന്മാരുടെ ആരാധനയിലും ആഭിമുഖ്യം കാണിക്കുന്ന ആളുകൾ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. അവർ ഭോഗാലസമായ മനസ്സോടുകൂടി വ്യക്തമായി അഹങ്കരിക്കുന്നവരത്രേ എന്നാണ് വിശുദ്ധ പൗലോസ് കൊളോസോസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പറയുന്നത്. അവിടെ ദൈവദൂതന്മാരുടെ ആരാധനയിൽ ആഭിമുഖ്യം കാണിക്കുന്ന വ്യക്തികളെ വ്യർത്ഥമായ ആരാധകരായി വ്യക്തമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ എന്താണ് നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അവർ കമിഴ്ന്നു വീണു എന്നതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇവിടെയും തോബിത്തും തോബിയാസും കമിഴ്ന്നു വീഴുകയാണ്. ഈ സന്ദർഭങ്ങളിലെല്ലാം മാലാഖമാർ ആരാധിക്കപ്പെടുകയല്ല, പകരം വണങ്ങപ്പെടുകയാണ് ചെയ്യുന്നത്. അക്കാര്യം ഇവിടെ മാലാഖയുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇവരിത്തരത്തിൽ ഭയചകിതരായി മാലാഖയുടെ മുമ്പിൽ കമിഴ്ന്നു വീണപ്പോൾ മാലാഖ, റഫായേൽ മാലാഖ അവരോട് പറയുകയാണ്, നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ആരാധിക്കുകയോ എന്നെ സ്തുതിക്കുകയോ അല്ല, എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്, അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രബോധനമനുസരിച്ച് ദൈവം മാത്രമാണ് ആരാധനയ്ക്ക് അർഹനായിട്ടുള്ളത്. മാലാഖമാരെ ആരാധിക്കാൻ പാടില്ല.
മാലാഖമാർക്ക് നൽകുന്നത് വണക്കമാണ്, ബഹുമാനമാണ്, ആദരവാണ്. ദൈവത്തെ ആണ് നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഏതായാലും യഥാർത്ഥമായ ഇത്തരത്തിലുള്ള ദൈവാരാധനയിലേക്ക് തോബിത്തിനെയും തോബിയാസിനെയും ഉണർത്താൻ ഈ മാലാഖയുടെ ദർശനം നിമിത്തമായി എന്ന് നമ്മൾ കാണുന്നു. അവർ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ആ ദൂതനെ ആരാധിക്കുകയല്ല, ആ ദൂതനെ പറഞ്ഞയച്ച ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയുമാണ് വേണ്ടത് എന്ന കാര്യം വ്യക്തമാണ്. സ്തുതിയും ആരാധനയും നൽകപ്പെടുന്നത് ദൈവമായ കർത്താവിന് മാത്രമാണ്. അടുത്തതായി 13-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ തോബിത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനാ ഗീതകം അല്ലെങ്കിൽ തോബിത്തിൻ്റെ സ്തുതി കീർത്തനമാണ് നമ്മൾ കാണുന്നത്. മനോഹരമായ കാവ്യ ഭാഷയിലാണ് ഈ 13-ാം അധ്യായം മുഴുവൻ വിരചിതമായിരിക്കുന്നത്. തോബിത്തിൻ്റെ പുസ്തകത്തിലെ ഏറ്റവും നീളം കൂടിയതും അവസാനത്തേതുമായ പ്രാർത്ഥനാ കീർത്തനമാണിത്. ഈ തോബിത്തിൻ്റെ സ്തുതി കീർത്തനത്തിന് അല്ലെങ്കിൽ 13-ാം അധ്യായത്തിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ ആദ്യ ഭാഗം 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ ദൈവസ്തുതിയും അനുരഞ്ജനത്തിനുള്ള ആഹ്വാനവും നമ്മൾ കാണുന്നു. ഇതിൻ്റെ 2-ാം ഭാഗത്ത്, അതായത് 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്ത് ജെറുസലേം നഗരത്തെക്കുറിച്ച്, ജെറുസലേമിനെക്കുറിച്ചുള്ള സ്തുതിയും ജെറുസലേമിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയുമാണ് പ്രതിപാദ്യ വിഷയങ്ങളായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളടക്കം, ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം വളരെ എളുപ്പത്തിൽ 2 ഭാഗങ്ങളായി തിരിക്കാം. 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള വചനഭാഗത്ത് ദൈവസ്തുതിയും അനുരഞ്ജനത്തിനുള്ള ആഹ്വാനവും നൽകപ്പെടുന്നു. 13-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗത്ത് ജെറുസലേമിനെക്കുറിച്ചുള്ള സ്തുതിയും ജെറുസലേമിൻ്റെ പുനഃസ്ഥാപനത്തെക്കുറിച്ചുള്ള പ്രത്യാശയുമാണ് നമ്മൾ കാണുന്നത്. ഈ സമയം നമുക്ക് ഈ വചനം വായിച്ചുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാം. അല്പം ദൈർഘ്യമേറിയ ഭാഗമാണ് 13-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗം. ദൈവസ്തുതിയും അനുരഞ്ജനത്തിലുള്ള ആഹ്വാനവുമാണ്. നമുക്ക് ആ ഭാഗം ഒന്ന് വായിക്കാം. തോബിത്ത് ആഹ്ലാദം തുളുമ്പുന്ന ഈ പ്രാർത്ഥന രചിച്ചു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ, അവിടുത്തെ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. ഇസ്രായേൽ മക്കളെ, ജനതകളുടെ മുൻപിൽ അവിടുത്തെ ഏറ്റുപറയുവിൻ. അവിടുന്നാണ് നമ്മെ അവരുടെ ഇടയിൽ ചിതറിച്ചത്. അവരുടെ ഇടയിൽ അവിടുത്തെ മഹത്വം വിളംബരം ചെയ്യുവിൻ. സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ പ്രകീർത്തിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്, എന്നേക്കും നമ്മുടെ പിതാവും അവിടുന്ന് തന്നെ. നമ്മുടെ തിന്മകൾക്ക് അവിടുന്ന് നമ്മെ ശിക്ഷിക്കും, എന്നാൽ അവിടുന്ന് വീണ്ടും കരുണ ചൊരിയും. കർത്താവ് നിങ്ങളെ ജനതകളുടെ ഇടയിൽ ചിതറിച്ചു. അവിടുന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിങ്കലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ കടാക്ഷിക്കും. നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെപ്പറ്റി ചിന്തിക്കുവിൻ. ഉച്ചത്തിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കുവിൻ. നീതിയുടെ കർത്താവിനെ സ്തുതിക്കുവിൻ. യുഗങ്ങളുടെ രാജാവിനെ പുകഴ്ത്തുവിൻ. പ്രവാസിയായി വസിക്കുന്ന നാട്ടിൽ വെച്ച് ഞാൻ അവിടുത്തെ സ്തുതിക്കുന്നു.
പാപികളായ ജനതയോട് അവിടുത്തെ ശക്തിയും മഹത്വവും പ്രഘോഷിക്കുന്നു. പാപികളെ പിന്തിരിയുവിൻ, അവിടുത്തെ മുൻപിൽ നീതി പ്രവർത്തിക്കുവിൻ. അവിടുന്ന് നിങ്ങളെ സ്വീകരിക്കുകയും നിങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യുകയില്ലെന്ന് ആരറിഞ്ഞു? ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, സ്വർഗത്തിൻ്റെ രാജാവിനെ എൻ്റെ ആത്മാവ് പുകഴ്ത്തുന്നു. അവിടുത്തെ പ്രഭാവത്തിൽ ഞാൻ ആനന്ദം കൊള്ളുന്നു. എല്ലാ മനുഷ്യരും അവിടുത്തെ പ്രകീർത്തിക്കട്ടെ, ജെറുസലേമിൽ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കട്ടെ. വളരെ ദീർഘമായ ഈ പ്രാർത്ഥനയുടെ ഭാഗം. ഈ കീർത്തനം ആലപിക്കുന്നത് അതീവമായ ആനന്ദത്തോടെയാണ് എന്ന് തുടക്കത്തിലെ വ്യക്തമാക്കുന്നുണ്ട്. ഈ കീർത്തനത്തിൻ്റെ വ്യാഖ്യാനം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായി നൽകാം.